നമ്മൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനിലിരിക്കുന്ന ഒരു വസ്തുവിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇരിക്കുകയാണ് വസ്തു. എ എന്ന് പറയുന്ന പോയിന്റിലിരുന്ന വസ്തു ഇവിടുന്ന് കറങ്ങി എവിടെ എത്തി? ബിയിലെത്തി. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. സർക്കുലാർ മോഷൻ ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസ് ആർ എന്ന് വിളിക്കുന്നു. ഒരു യൂണിഫോം സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുന്നു. അതിൽ എയിലിരുന്ന പാർട്ടിക്കിള് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. എത്ര? തീറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച് എവിടെ എത്തി? ബിയിലെത്തി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്തെ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ അപ്രോക്സ് V1 എന്ന് വിളിക്കുന്നു. ബി എന്ന് പറയുന്ന സ്ഥലത്തെ വെലോസിറ്റി V2 എന്ന് വിളിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് യൂണിഫോം സർക്കുലർ മോഷനാണ്. രണ്ട് സ്ഥലത്തെയും വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് വെക്ടറിനെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് R1 ഉം R2 എന്നും വിളിച്ചു. ഇതിനുണ്ടായ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത്? ഡെൽറ്റ R നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ വെക്ടേഴ്സിനെ വെച്ചുകൊണ്ട്, വെലോസിറ്റി വെക്ടേഴ്സ് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം V1 ഉം V2 ഉം തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഉള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? ഡെൽറ്റ V ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്തു. യൂണിഫോം സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം V1 ഉം V2 ഉം എന്തായിരിക്കും? തുല്യമായിരിക്കും. മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കും. ഓക്കെ, R1 ഉം R2ൻ്റെയും റേഡിയസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, R ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യുന്നത്. ഏത് ട്രയാങ്കിൾ? AOB എന്ന് പറയുന്ന ട്രയാങ്കിളും PMN എന്ന് പറയുന്ന ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ PM ഉം PN ഉം തുല്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ OA യും OB യും എന്താണ്? തുല്യമാണ്. ഇനി ഇവിടുത്തെ ആംഗിൾ രണ്ടെണ്ണവും എന്താണ്? ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സിമിലർ ട്രയാങ്കിളാണ്. സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ എഴുതിയാണ് MN ഡിവൈഡഡ് ബൈ AB ഈസ് ഈക്വൽ ടു MP ഡിവൈഡഡ് ബൈ AO. MN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ V ഡിവൈഡഡ് ബൈ AB. AB എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ R. അപ്പോൾ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ R ഈസ് ഈക്വൽ ടു MP. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻറ്റ്. വെലോസിറ്റി കമ്പോണൻറ്റ് എന്ത്? V ഡിവൈഡഡ് ബൈ അവിടെ OA എന്ന് പറയുമ്പോൾ റേഡിയസ് വെക്ടർ R. അപ്പോൾ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ R ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. ഈ ഡെൽറ്റ ആറിനെ ഇക്വേഷൻ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഡെൽറ്റ V ഈസ് ഈക്വൽ ടു V ബൈ R ഇൻറ്റു ഡെൽറ്റ R എന്ന് കിട്ടും. മൊത്തത്തിൽ ഞാനൊരു ഡെൽറ്റ T കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. മൊത്തത്തിലൊരു ഡെൽറ്റ T കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R ഇൻറ്റു ഡെൽറ്റ R ബൈ ഡെൽറ്റ T എന്ന് കിട്ടും. ഞാൻ പറയുന്നത് ഡെൽറ്റ T എന്ന് പറയുന്നത് 0യോട് ചേർന്നുള്ള വാല്യൂ ആണ്. അതായത് ഇവിടുത്തെ രണ്ട് പൊസിഷനും ഇത്രയും ഗ്യാപ്പൊന്നും കാണത്തില്ല, അടുത്തടുത്തുള്ള രണ്ട് പൊസിഷൻസ് ആണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0 ഡെൽറ്റ V ഡിവൈഡ് ബൈ ഡെൽറ്റ T എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്സിലറേഷൻ A എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു V ബൈ R ഇൻറ്റു ഡെൽറ്റ R ഡിവൈഡ് ബൈ ഡെൽറ്റ T എന്തെന്ന് വിളിക്കാം? വെലോസിറ്റി V എന്നും വിളിക്കാം. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്നും. അപ്പോൾ A ഈസ് ഈക്വൽ ടു V ഇൻറ്റു V എന്ന് പറഞ്ഞാൽ V സ്ക്വയർ ഡിവൈഡഡ് ബൈ R. ഓക്കെ, ദിസ് ഈസ് കാൾഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സർക്കുലർ മോഷനിൽ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. V ഈസ് ഈക്വൽ ടു R ഒമേഗ എന്നാണ്. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Vക്ക് പകരം R ഒമേഗ കൊടുക്കാൻ നേരത്ത് R ഒമേഗ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് വരും. അതായത് R സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് വരും. ഈ ആറും ക്യാൻസലായിപ്പോവും. അപ്പോൾ ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു ഒമേഗ R എന്ന് കിട്ടും. ഓക്കെ, ഇത് വേറൊരു രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ആരുടെ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ. ഓക്കെ, ഈ ആക്സിലറേഷൻ ഇപ്പം ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്, അത് അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതായത് സർക്കുലർ മോഷനിലിരിക്കുന്ന വസ്തുക്കളുടെ സെൻറ്ററിലോട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ്. അപ്പോൾ F ഈസ് ഈക്വൽ ടു
എം ഇൻറ്റു ആക്സിലറേഷൻ്റെ വില v²/r ആണ്. അപ്പോൾ എഫ് സമം എം v²/r അല്ലെങ്കിൽ എഫ് സമം എം ω²r. ദീസ് ആർ ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് എഫ് = എം v²/r അല്ലെങ്കിൽ എം ω²r. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ് ഓഫ് മോഷൻ. ഓക്കെ, ലാസ് ഓഫ് മോഷനിൽ ആദ്യം നമ്മൾ പറയുന്നത് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥ സ്വയം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ആ കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് സ്വയം അതിൻ്റെ മോഷൻ എന്ന് പറയുന്ന അവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ. ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ബൈ ഇറ്റ് സെൽഫ്. ഇനർഷ്യ 3 തരത്തിലുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അതായത് റെസ്റ്റിലിരിക്കുന്ന വസ്തുവിന് സ്വയം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ അവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ബസ് മുന്നോട്ടെടുക്കുമ്പോൾ അതിലിരിക്കുന്ന പാസഞ്ചർ എന്ത് ചെയ്യും, പുറകോട്ട് പോകും. കാരണം എന്താണ്, ബസ് മോഷനിൽ വരും, പക്ഷേ അതിലിരിക്കുന്ന പാസഞ്ചർ ഏതിൽ തന്നെ തുടരാൻ ശ്രമിക്കും, റെസ്റ്റിൽ തന്നെ തുടരാൻ ശ്രമിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് പുറകോട്ട് പോകുന്നത്, അല്ലേ? ഇനി ഡസ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ ഡസ്റ്റുള്ള ഏതെങ്കിലും ചവിട്ടുമെത്തയൊക്കെ നമ്മൾ കമ്പ് വെച്ചടിക്കാൻ നേരത്ത് അതിൽ നിന്ന് പൊടി പുറത്തേക്ക് പോകുന്നു. മരം ഉൽക്കാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു മാവ് ഉൽക്കാൻ നേരത്ത് പഴുത്ത മാങ്ങ താഴേക്ക് വീഴുന്നു. ഇതൊക്കെ ആർക്ക് എക്സാമ്പിളാണ്, ഇനർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിളാണ്. അടുത്തത് ഇനർഷ്യ ഓഫ് മോഷൻ. ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഷനിലിരിക്കുന്ന വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ദ ഇനബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറയുന്ന അവസ്ഥയെ ഒരാൾക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ ഓഫ് മോഷൻ. എക്സാമ്പിൾ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാണെങ്കിൽ അതിലെ പാസഞ്ചേഴ്സ് എങ്ങോട്ട് പോകും, ഫ്രണ്ടിലോട്ട് പോകും. കാരണം ബസ് പെട്ടെന്ന് റെസ്റ്റിലോട്ട് വരും, പക്ഷേ അതിലെ പാസഞ്ചേഴ്സ് അപ്പോഴും ഏതിനകത്ത് തുടരും, യൂണിഫോം മോഷനിൽ തുടരും. ഓക്കെ, കുതിരപ്പുറത്ത് പോകുന്ന ആൾ പെട്ടെന്ന് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആൾ ഫ്രണ്ടിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ച് നേരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ട് ഇരിക്കും. ഇതെല്ലാം ആർക്ക് എക്സാമ്പിളാണ്, ഇനർഷ്യ ഓഫ് മോഷന് എക്സാമ്പിളാണ്. അടുത്തത് ഇനർഷ്യ ഡ്യൂ ടു ഡയറക്ഷനാണ്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അതേ ഡയറക്ഷനിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി വരും. അതിനെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ ഡ്യൂ ടു ഡയറക്ഷൻ, അല്ലേ? ആന, അപ്പോൾ ആന നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഓടണം, വളഞ്ഞും പൊളഞ്ഞും ഓടണം. എന്തിനു വേണ്ടിയാണ്, ആനയ്ക്ക് പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനിലിരിക്കുന്ന വസ്തുക്കൾക്ക് മറ്റ് വസ്തുക്കളിൽ കൊടുക്കാൻ പറ്റുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റം. ഓക്കെ, മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മാസ്, ഒന്ന് വെലോസിറ്റി. ഇപ്പോൾ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോഷനിലിരിക്കുന്ന വസ്തുക്കൾക്ക് മറ്റുള്ള വസ്തുക്കളിൽ കൊടുക്കാൻ കഴിയുന്ന എഫക്റ്റ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റം. മൊമെൻറ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസും വെലോസിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, മൊമെൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇപ്പോൾ മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു mv. മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു mv. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതായത് മൊമെൻറ്റത്തിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോദിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും ആരുടെ ഡയറക്ഷൻ, മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഡയമെൻഷൻ, മാസിൻ്റെ ഡയമെൻഷൻ m ആണ്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t⁻⁻1). അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്, mL(t⁻⁻1). ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടൈമിൽ കൊടുക്കുന്ന ലാർജ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ആണി അടിക്കുന്ന ഭിത്തിയിൽ ചെറിയ ടൈമിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലാർജ് ഫോഴ്സ് കൊടുക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്കൊരു 6 അടിക്കണം. നമ്മൾ 6 അടിക്കാൻ വേണ്ടി ചെറിയ ടൈമിൽ എന്ത് കൊടുക്കണം, ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഷട്ടിൽ കളിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏതാണ്, ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, ഇമ്പൾസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന്. അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പം ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡാണ്.
ഇമ്പൾസും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇമ്പൾസ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും ഇമ്പൾസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പൾസിൻ്റെ ഡയമെൻഷനും മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ml(t⁻2) ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ t ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ml(t⁻1) എന്ന് കിട്ടും. അതായത് മൊമെൻറ്റത്തിൻ്റെയും ഇമ്പൾസിൻ്റെയും ഡയമെൻഷൻസ് എന്താണ്? സെയിം ആണ്. അടുത്തത് ന്യൂട്ടൻ്റെ ലാസ് ഓഫ് മോഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ലോ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഇനേർഷ്യയാണ് പറയുന്നത്. എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? അതിരിക്കുന്ന ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നവരെ ആ വസ്തു എന്ത് ചെയ്യും? അതിൻ്റെ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂ. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് കമ്പൾഡ് ബൈ സം എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, രണ്ടാമത്തെ ലോയെ വിളിക്കുന്ന പേര്, സെക്കൻഡ് ലോയെ വിളിക്കുന്ന പേര് ലോ ഓഫ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ ലോ ഓഫ് ഫോഴ്സ് പറയുന്നതാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ആനുപാതികമായിട്ടായിരിക്കും. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻറ്റം takes place in the direction of force. Okay, അപ്പോൾ F is directly proportional to dp/dt. The rate of change of momentum is directly proportional to the force. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അനുസരിച്ച് ആ വസ്തുവിന് എന്തുണ്ടാവും? മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അടുത്തത് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് റിയാക്ഷൻ എന്ന് പറയും. ലോ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ എടുക്കും. ഓക്കെ, ആ വസ്തു മറ്റൊരു വസ്തുവിനെ ഒരടി കൊടുത്തു. എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന വസ്തുവിന് ഒരു അടി കൊടുത്തു. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന ആൾ ബിയുടെ മുകളിൽ ഒരു ആക്ഷൻ കൊടുത്തു. എന്താണ് ആക്ഷൻ കൊടുത്തു? ഒരടി കൊടുത്തു. അപ്പം ബി എന്ത് ചെയ്തു? നോക്കിക്കൊണ്ടിരുന്നില്ല. ബി എന്ത് ചെയ്തു? എയും തിരിച്ചെന്ത് ചെയ്തു? അടിച്ചു. അപ്പം ബി എന്ന് പറയുന്ന ആൾ ആരെ അടിച്ചു? എയെ അടിച്ചു. അതെന്ന് പറയുന്നത് റിയാക്ഷനാണ്. എന്താണ് റിയാക്ഷൻ? എ എന്ന് പറയുന്ന ആൾ ബിയെ അടിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? തിരിച്ച് ആരെ അടിച്ചു? എയെ അടിച്ചു. ഓക്കെ, അപ്പോൾ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ എന്ത് കാണും? ഒരു പ്രതിപ്രവർത്തനം കാണും. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആക്ഷനും റിയാക്ഷനും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്. പക്ഷേ അവരെന്ത് ചെയ്ത് പോകത്തില്ല? ക്യാൻസലായി പോകത്തില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കണം. എ എന്ന് പറയുന്ന ആൾ ബിയെയാണ് അടിച്ചത്. അപ്പം എ ബിയുടെ മുകളിലാണ് ഫോഴ്സ് കൊടുത്തത്. പക്ഷേ തിരിച്ച് നോക്കിയേ, ബി എന്ന് പറയുന്ന ആൾ എയുടെ മുകളിലാണ് എന്ത് ചെയ്തത്? ഫോഴ്സ് കൊടുത്തത്. അപ്പം രണ്ട് ഫോഴ്സ് ഈക്വലാണ് ഓപ്പോസിറ്റുമാണ് അല്ലേ? പക്ഷേ ക്യാൻസലായി പോകുന്നില്ല. എന്തുകൊണ്ട്? കാരണം രണ്ടും കിട്ടുന്നത് രണ്ട് ഡിഫറൻറ്റ് ഒബ്ജക്ട്സിനാണ്. എ ബിയുടെ മുകളിൽ കൊടുത്തു, ബി എയുടെ മുകളിലും കൊടുത്തു. അതുകൊണ്ട് എന്തായി പോകത്തില്ല? ക്യാൻസലായി പോകത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ഡസൻറ്റ് ക്യാൻസൽ ഇറ്റ്. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ആക്ട് ഓൺ ടു ഡിഫറൻറ്റ് ബോഡീസ്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി എ. അതായത് ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് റിയാക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാനാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ. നമ്മൾ പഠിച്ചു. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് ഫോഴ്സിന് ഒരു കൃത്യമായ ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അതെങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് ഫോഴ്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണെന്ന് പഠിച്ചു. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു dp/dt. പ്രപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്ത് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ കെയുടെ സ്ഥലത്ത് 1 കൊടുക്കുന്നു. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് പി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റമാണ്. മൊമെൻറ്റത്തിന് നമ്മൾ ഇത്തിരി മുമ്പേ പഠിച്ചായിരുന്നു. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. അതിവിടെ കൊടുക്കുന്നു. എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി വെളിയിലെടുക്കാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു dv/dt. dv/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എം എ. ദാറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഈസ് ദ
പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും പ്രോഡക്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ന്യൂട്ടൺ. മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്, ആക്സിലറേഷൻ്റെത് T⁻⁻² ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ml T⁻². ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു എന്ത് ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പൾസ് മൊമെൻറ്റം ലോ. ഇമ്പൾസ് മൊമെൻറ്റം ലോ പറയുന്ന ഇതാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് തുല്യമായിരിക്കും. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അക്കോർഡിംഗ് ടു ഇമ്പൾസ് മൊമെൻറ്റം ലോ, ഇമ്പൾസ് എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിരിക്കും, ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് തുല്യമാണ് എന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ ഒരു വസ്തുവിനെ എടുക്കുന്നു, എം മാസുള്ള ഒരു വസ്തുവിനെ എടുത്തു. ഓക്കെ, ആ വസ്തു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് ആ വസ്തു മോഷനിലായിരുന്നു. സോ ഇറ്റ് ഹാസ് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u. അതിനെന്തുണ്ടായിരുന്നു, ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു u. എന്നിട്ട് ഞാൻ ആ വസ്തുവിൻ്റെ മുകളിൽ എഫ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് കൊടുത്തു. ഞാൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ വസ്തുവിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു, അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു, v ആയിട്ട് മാറി. അപ്പോൾ ഇതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ ∆t ടൈം കൊണ്ടാണ് എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത്, എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. ഓക്കെ, ആ വസ്തുവിൻ്റെ യൂണിഫോം ആക്സിലറേഷൻ എ ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂണിഫോം ആക്സിലറേഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ എന്നാണ്. ഫോഴ്സ് എഫ് ഈക്വൽ ടു എന്താണ്, എം എ എന്നാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം എ എന്നാണ്. നോക്കിയേ, ആക്സിലറേഷനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ∆t ടൈം കൊണ്ട് വസ്തുവിൻ്റെ വെലോസിറ്റി യുവിൽ നിന്ന് എത്രയായിട്ട് മാറി, v ആയിട്ട് മാറി. അപ്പോൾ a ഈസ് ഈക്വൽ ടു v - u ഡിവൈഡഡ് ബൈ ∆t നമുക്ക് എഴുതാമല്ലോ, എഴുതാം. ഇതിനെ നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എഫ് സമം m × v - u ഡിവൈഡഡ് ബൈ ∆t. ഓക്കെ, ഇനി ഈ ∆tയെ ഇക്വേഷൻ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പം f × ∆t ഈസ് ഈക്വൽ ടു m കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പം mv - mu നമ്മൾ ഇത്തിരി മുമ്പേ പഠിച്ചായിരുന്നു. ഫോഴ്സ് × ∆t എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്, ഇമ്പൾസ്. ഓക്കെ, mv എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ mv എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെൻറ്റം. ഓക്കെ, mu എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം. കാരണം u അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ m × u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ മൊമെൻറ്റം. അപ്പോൾ mv - mvu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം. mv - mu എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയടാ, mv - mu എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം. f × ∆t എന്ന് പറഞ്ഞാൽ ഇമ്പൾസാണ്. അതായത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് കിട്ടി, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഇമ്പൾസ് മൊമെൻറ്റം ലാ. അക്കോർഡിംഗ് ടു ഇമ്പൾസ് മൊമെൻറ്റം ലാ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് ആണ്. ഓക്കെ, മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്.
ഓക്കെ. ലിഫ്റ്റിനകത്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇനിയുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു വസ്തുവിനെ കൺസിഡർ ചെയ്യുന്നു, എം മാസുള്ള ഒരു വസ്തുവിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആരെയുടെ കൺസിഡർ ചെയ്ത്, എം മാസുള്ള ഒരു വസ്തുവിന്. ഓക്കെ, അതിരിക്കുന്നത് ലിഫ്റ്റിലാണ്. ലിഫ്റ്റിലിരിക്കാൻ നേരത്ത്, എം മാസുള്ളൊരു വസ്തു ലിഫ്റ്റിലിരിക്കാൻ നേരത്ത് അതിനകത്ത് 5-6 ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വെയിറ്റ് mg ആക്ടിങ് ഡൗൺവേഴ്സ്, താഴോട്ടായിരിക്കും. ഓക്കെ, അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് അടുത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, റിയാക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഈ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തുള്ള വസ്തുവിൻ്റെ മാസിന് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തിരിക്കുന്ന വസ്തുവിൻ്റെ വെയ്റ്റിനുണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇന്നിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു വസ്തുവിനെ കൺസിഡർ ചെയ്തു, എവിടെ, ലിഫ്റ്റിൽ. ആ വസ്തുവിൻ്റെ മാസ് എത്രയായിരുന്നു, m ആയിരുന്നു. അതിൻ്റെ വെയിറ്റ് mg ആക്ടിങ് ഡൗൺവേഴ്സ്, റിയാക്ഷണൽ ഫോഴ്സ് ആക്ടിങ് അപ്വേഴ്സ്. അപ്പം ഈ ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന വസ്തുവിൻ്റെ വെയ്റ്റിനുണ്ടാകുന്ന ചേഞ്ച്, അതിൽ ഒന്നാമത്തെ കേസ് 1 ആണ് ഞാൻ പറയാൻ പോകുന്നത്. കേസ് 1ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്, മുകളിലോട്ടാണ് ആര് പോണത്, ലിഫ്റ്റ് പോണത് മുകളിലോട്ടാണ്, അപ്വേർഡ്, വിത്ത് യൂണിഫോം വെലോസിറ്റിയിൽ ലിഫ്റ്റ് എങ്ങോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു. യൂണിഫോം വെലോസിറ്റിയിൽ ലിഫ്റ്റ് മുകളിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ 2 ഫോഴ്സ് ഉണ്ട്, ഒന്ന് വെയിറ്റ് mg ആക്ടിങ് ഡൗൺവേഴ്സും ഒന്ന് റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്വേഴ്സും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ഫോഴ്സ് F is equal to, ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ലിഫ്റ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ വരുന്ന കമ്പോണൻറ്റിനെ പോസിറ്റീവായിട്ടും ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിനെ നെഗറ്റീവായിട്ടും എടുക്കണം. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് എടുക്കാനുള്ളത്, ലിഫ്റ്റ് എങ്ങോട്ടാണോ പോകുന്നത്, ലിഫ്റ്റ് പോകുന്നത് ഇപ്പോൾ മുകളിലോട്ടാണ്. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോഴുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റിനെ പോസിറ്റീവായിട്ടും ലിഫ്റ്റിൻ്റെ മോഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റിനെ നെഗറ്റീവ് എന്നും കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നേരത്ത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, R മൈനസ് mg, എഫ് സമയം എന്തെന്ന് എഴുതാൻ പറ്റും, R മൈനസ് mg എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ്. പക്ഷേ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, കാരണം വസ്തു പോകുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വസ്തുവിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ R മൈനസ് mg ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 0. അതായത് R is equal to mg, അതായത് ആ വസ്തുവിൻ്റെ വെയ്റ്റിന് എന്ത് സംഭവിക്കത്തില്ല, ചേഞ്ച് സംഭവിക്കത്തില്ല. ലിഫ്റ്റ് യൂണിഫോം വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ വെയ്റ്റ് ചേഞ്ച് സംഭവിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് മനസ്സിലായെന്ന് വിചാരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് ടു എന്ന് പറയുന്നത് ലിഫ്റ്റ് മുകളിലോട്ടാണ് പോകുന്നത്, പക്ഷേ പോകുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണ്. അപ്പോൾ കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷനിൽ ലിഫ്റ്റ് എങ്ങോട്ട് പോവുകയാണ്, മുകളിലോട്ട് പോവുകയാണ്. ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മളെ കൂടെ വരുന്ന ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് പോസിറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് നെഗറ്റീവ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് F is equal to R മൈനസ് mg എന്ന് എഴുതാം. ഓക്കെ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. വസ്തുവിൻ്റെ ആക്സിലറേഷൻ A ആണ്. അപ്പോൾ F സമയം എന്തെന്ന് എഴുതാം, ma. അപ്പോൾ ma ഈസ് ഈക്വൽ ടു R മൈനസ് mg. ഇതിൽ നിന്ന് റിയാക്ഷണൽ ഫോഴ്സ് R is equal to ma പ്ലസ് mg എന്ന് എഴുതാം. അതിൽ നിന്ന്
ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ പ്ലസ് ജി. അതായത് ഒരു വസ്തുവിൻ്റെ വെയ്റ്റിൻ്റെ കൂടെ വേറെ ഏതോ ഒരു കമ്പോണൻറ്റും കൂടി കൂട്ടിയിരിക്കുന്നു. അതായത് വസ്തുവിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ലിഫ്റ്റ് യൂണിഫോം ആക്സിലറേഷനിൽ മുകളിലോട്ട് പോകുമ്പോൾ അപ്പാരൻ്റ് വെയിറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പാരൻ്റ് വെയിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കേസ് 2 മനസ്സിലായല്ലോ. പറയാൻ പോകുന്നത് കേസ് 3 ആണ്. കേസ് 3 ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങാട്ടത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ടാണ്. ലിഫ്റ്റ് വരുന്നത് താഴോട്ടാണ്. വരുന്നത് യൂണിഫോം ആക്സിലറേഷൻ എയിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ എഴുതാം. കേസ് 3 ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ. യൂണിഫോം ആക്സിലറേഷൻ എയിൽ ലിഫ്റ്റ് എങ്ങോട്ട് വരുന്നു? താഴോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എഴുതാം. ടോട്ടൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു, നോക്കണം, ലിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ട്. താഴോട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന കമ്പോണൻറ്റ് എം ജി ആണല്ലേ. അപ്പോൾ അത് എം ജി പ്ലസും ആറ് മൈനസും ആയിരിക്കും. എം ജി എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. കാരണം ലിഫ്റ്റ് താഴോട്ട് വരുന്നു. താഴോട്ട് വരുന്ന കമ്പോണൻറ്റ് പോസിറ്റീവ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആറ്. അതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കണം? നെഗറ്റീവ്. അപ്പം മൈനസ് ആറ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് സമം എന്തിനാണ്? എം എ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എ ആയതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എം എ. അതുകൊണ്ട് എം എ ഈസ് ഈക്വൽ ടു എം ജി മൈനസ് ആറ്. ഇതിൽ നിന്ന് ആർ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എന്തെന്ന് എഴുതാം? എം എ. അതായത് വസ്തുവിൻ്റെ വെയിറ്റിൽ നിന്ന് ഏതോ ഒരു സാധനം കുറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നു എന്നാണ്? കുറയുന്നു. അപ്പാരൻ്റ് വെയിറ്റ് ഡിക്രീസസ്. ലിഫ്റ്റ് യൂണിഫോം ആക്സിലറേഷനിൽ താഴോട്ട് വരുമ്പോൾ അതിനകത്തിരിക്കുന്ന വസ്തുവിൻ്റെ വെയിറ്റ് കുറയുന്നതാണ്. കേസ് 4 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കേസ് 4 എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് പൊട്ടി വീഴുന്നു. ഓക്കെ, ലിഫ്റ്റ് പൊട്ടി വീണ് കഴിഞ്ഞാൽ ആ ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു, ലിഫ്റ്റ് പൊട്ടി താഴോട്ടാണ് വരുന്നത്. താഴോട്ട് വരുമ്പം നമ്മളെ കൂടെ വരുന്ന കമ്പോണൻ്റ് എം ജി പ്ലസ് ആണ്, മൈനസ് ആറാണ്. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് എഫ് സമം എം എ എന്നാണ്. പക്ഷേ ഇവിടെ എക്ക് പകരം എന്ത് കൊടുക്കണം? ജി കൊടുക്കണം. കാരണം ലിഫ്റ്റ് എന്ത് ചെയ്യുന്നു? പൊട്ടി വീഴുന്നു. ലിഫ്റ്റ് പൊട്ടി വീണാൽ ആ വസ്തുവിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ എം ജി, അപ്പോൾ എം ജി ഈസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ. ദാറ്റ് ഈസ് R is equal to mg minus mg is equal to 0. അതായത് റിയാക്ഷണൽ ഫോഴ്സ് 0 ആണ്. അതാണ് ആ വസ്തുവിൻ്റെ വെയിറ്റേ അനുഭവപ്പെടത്തില്ല. ആ വസ്തുവ് എന്ത് ചെയ്യത്തില്ല? വെയിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഫ്രീ ഫാളിൻ്റെ കേസാണ് വരുന്നത്. റിയാക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം പറയുന്നതാണ്, എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു വസ്തുവിലെ ടോട്ടൽ മൊമെൻ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്റ്റേണലായിട്ട് എന്ത് കൊടുക്കുന്നില്ലെങ്കിൽ, ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻ്റം റിമെയിൻസ് എ കോൺസ്റ്റൻ്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ടോട്ടൽ മൊമെൻ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ത് കൊടുത്തില്ലെങ്കിൽ? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ. പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൂഫാണ്. അതായത് മൊമെൻ്റം റിമെയിൻസ് എ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ പ്രൂഫ് നമുക്ക് സെക്കൻഡ് ലോ അറിയാം. സെക്കൻഡ് ലോ വെച്ച് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നല്ലേ. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രൂഫാണ്. ആരുടെ പ്രൂഫ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റത്തിൻ്റെ പ്രൂഫ്. അപ്പോൾ എഫ് സമം ഡി പി ബൈ ഡി ടി ആണെന്ന് നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. എഫ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. ഓക്കെ, ഏതോ ഒരു സാധനത്തിൻ്റെ ഡിഫറൻസിയേഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എന്തായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷനാണ് എന്ത് വരുന്നത്? 0 വരുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റത്തിൻ്റെ